എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ ഓണം ആയതുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇന്ന് നമുക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു സോപ്പ്. ഞാൻ സോപ്പിൻ്റെ നേരത്തെ സോപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു കറ്റാർവാഴയും പനിക്കൂർക്കയും തുളസി നീരും മഞ്ചിഷ്ടയും നാരങ്ങയും കൊണ്ട് ഒക്കെ ചേർത്ത് ഒരു നല്ലൊരു സോപ്പ്, കുളിക്കുന്ന സോപ്പ് ഉണ്ടാക്കാനാണ് തീരുമാനം കേട്ടോ. അത് ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചുതരാം. ഇതാണ്ട് ഇത് നേരത്തെ ഞാൻ ഇതാണ് സോപ്പ് വേസ്. ഇത് ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടിയത് 1/2 കിലോ സോപ്പ് വേസാണ് കേട്ടോ. 1 കിലോയ്ക്ക് 260 രൂപയാണ്. ഇതിപ്പോൾ 1/2 കിലോ സോപ്പ് വേസ് ചെറിയ കട്ട് ചെയ്ത് ചെറുതാക്കി ഞാൻ വെച്ചേക്കുകയാണ്. അതിൻ്റെ കൂടെ വേണ്ടുന്നതെന്ന് വെച്ചാൽ ഇത് കറ്റാർ വാഴ ജെല്ല് കണ്ടേ. ഇത് ഞാൻ തന്നെ വളർത്തിയ എൻ്റെ വീട്ടിൽ തന്നെ കറ്റാർ വാഴയാണ് കേട്ടോ. ഇത് പനിക്കൂർക്ക, എല്ലാവർക്കും അറിയാമല്ലോ പനിക്കൂർക്ക, അതിൻ്റെ നീര്. ഇത് കൃഷ്ണ തുളസി കണ്ടില്ലേ, തുളസി നീര്. പിന്നെ അതിന് വേണ്ടതെന്ന് വെച്ചാൽ പനിനീര് വേണം, അല്ലെങ്കിൽ റോസ് വാട്ടർ. ഇത് ഹണി, ഇത് ആൽമണ്ട് ഓയിൽ. ഇത് ഞാൻ ഈ ആൽമണ്ട് ഓയിൽ ചേർക്കുന്നത് കേട്ടോ. വേണ്ടേ ആൽമണ്ട് ഓയിൽ, അതിൻ്റെ 2-3 ഡ്രോപ്സ് ചേർക്കും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ സോപ്പ് ഉണ്ടാക്കാൻ നേരത്തെയൊക്കെ ഞാൻ ഈ ബോട്ടിലൊക്കെ ആയിരുന്നു, ഇതിനകത്തൊക്കെ ആയിരുന്നു ഈ ഐസ്ക്രീമിൻ്റെയും ജാമിൻ്റെയൊക്കെ ബോട്ടിലായിരുന്നു ഞാൻ നേരത്തെ ഒഴിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതേണ്ടേ നമ്മളെ KP നമ്പൂതിരീസിൻ്റെ വലിയ പാക്കറ്റ് കവറാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഇതിനകത്താണ് ഞാൻ ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കവറുകളൊന്നും ആരും കളയരുത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നീളത്തിലൊരു സോപ്പ് ആക്കി എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം പോയി ഈ സോപ്പ് വേസ് ഒന്ന് അലിയിച്ചെടുക്കണം. നമുക്ക് ഒന്ന് അലിയിച്ചുകൊണ്ട് വരാം. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒരു പാത്രത്തിലോട്ട് എടുക്കണം. കണ്ടില്ലേ, ഇങ്ങനെ എടുത്തിട്ട് ഒരു സ്റ്റീൽ പാത്രം, അതിൻ്റെ മുകളിൽ കുഴപ്പമില്ല, നല്ല ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊരിക്കലും വെള്ളത്തിലിടരുത്. അതിൻ്റെ മുകളിൽ വെച്ചേക്കുന്ന പാത്രത്തിൽ മാത്രം ഇടുക. ഇതൊക്കെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എല്ലാവർക്കും മേടിച്ചത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളെ വീട്ടിലുള്ള കറ്റാർവാഴയും തുളസിയും പനിനീരും പിന്നെ പനിക്കൂർക്കയൊക്കെ കൊണ്ട് നമുക്ക് എളുപ്പം നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നല്ലോണം മെൽട്ടാവണം, നല്ലോണം അലിഞ്ഞ് നല്ല വെള്ളം പോലെ ആവും. അതുവരെ നമുക്ക് കാത്തിരിക്കണം. ഇത് അലിഞ്ഞ് വരുന്നുണ്ടോ? ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് സോപ്പ് വേസ് ഇട്ട് വെച്ചിരുന്നാൽ മാത്രം മതി. നല്ലോണം അലിഞ്ഞ് നല്ല ആയിക്കോളും. അലിഞ്ഞുണ്ടോ? ഇതേപോലെ നല്ലോണം നേർത്ത് വരും. ഫുള്ള് നല്ലോണം നേർത്ത് വരട്ടെ കേട്ടോ. നമ്മുടെ സോപ്പ് വേസ് എല്ലാം നല്ലോണം അലിഞ്ഞ വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ചേർക്കേണ്ടത് നമ്മുടെ കറ്റാർവാഴ ജെല്ല്. കണ്ടില്ലേ, സൂപ്പർ കറ്റാർവാഴ. തുളസി നീര്, പനിക്കൂർക്കയുടെ നീര്. തലയിലും കൂടെ തല തേച്ചിറക്കാനും കൂടി വേണ്ടിയായതുകൊണ്ട് പനിക്കൂർക്കയൊക്കെ ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു, ഇത് മഞ്ചിഷ്ട എന്ന് വെച്ചാൽ ഇതേപോലെ ഇരിക്കും, കട്ടയായിട്ടിരിക്കും. കണ്ട കണ്ടില്ലേ, ഇത് അതിൻ്റെ പൊടിയാണിത് കേട്ടോ. ഒരു ചെറിയ സ്പൂൺ കളറിന് വേണ്ടി. ഇനി നമുക്ക് അതിനകത്ത് 2 സ്പൂൺ പനിനീര്, റോസ് വാട്ടർ, 2 തുള്ളി തേൻ, ആൽമണ്ട് ഓയിൽ. കണ്ടില്ലേ, ആൽമണ്ട് ഓയിൽ. ഇതിനകത്ത് നമ്മൾ വേറെ മണത്തിന് വേണ്ടുന്ന ഒന്നും ചേർക്കുന്നില്ല. ഈ ആയുർവേദത്തിൻ്റെ മണം കിട്ടാൻ വേണ്ടി നമ്മൾ ഈ തുളസിയുടെയും പനിനീർ കൂർക്കയുടെയും നീര് മാത്രം ചേർത്തേക്കുന്നു കേട്ടോ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അത് കളർ വേണമെങ്കിൽ നമ്മൾ ഫുഡിൻ്റെ പൊടി വേണമെങ്കിൽ ചേർക്കാം. മഞ്ഞ കളറോ ചുവപ്പ് കളറോ ഒക്കെ ചേർക്കുമ്പോൾ ചുവന്ന കളറിൽ കിട്ടും. ഇത് നമുക്ക് പച്ച കളറിൽ തന്നെ ഇരിക്കും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അത് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചെടുത്ത് വെച്ചിരുന്ന നല്ല കട്ട സോപ്പ് നമുക്ക് റെഡിയായി കിട്ടും. നല്ല മണമുള്ള, നല്ല തുളസിയുടെയും പനിക്കൂർക്കയുടെയും ഒക്കെ നല്ല മണമുള്ള നല്ലൊരു ആയുർവേദ സോപ്പാണ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചൂടോടുകൂടി നമുക്ക്
നമ്മുടെ പാക്കറ്റിനകത്തോട്ട് ഒഴിക്കാം. നമ്മളതിനകത്ത് ഒരു 2 തുള്ളി നാരങ്ങ നീര്, 2 തുള്ളി കേട്ടോ, കുറേ ഒഴിക്കണ്ട, കുറച്ച് മാത്രം. ഇതാണ് ഫുഡ് കളർ എന്ന് പറഞ്ഞാൽ. ഇത് മഞ്ഞ. ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മൾ ആ ബിരിയാണിക്കൊക്കെ ചേർക്കുന്നത്. ഇത് മഞ്ഞ കളറാണ്. ഇതൊക്കെ ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ. അതാ പഞ്ഞ കളറും. ഇതിൻ്റെ റെഡ് ആണെങ്കിൽ റെഡ് സോപ്പൊക്കെ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിയേഴ്സൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, അതിൻ്റെ കളറാണ്. ഇനി നമുക്ക് ഈ ചൂടോട് തന്നെ ഇത് കണ്ടില്ലേ, ഇത് വലിയ കവറ് കേട്ടോ. ഇത് വലിയ വീതിയുള്ള ഡബിൾ കവറാണ്. അതിനകത്തോട്ട് നമുക്ക് ഒഴിക്കാം. ഇതൊരു 1.5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നല്ല കട്ടിയായിട്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. കണ്ടോ, ഇതാണ് ഇതിനകത്ത് കണ്ട സോപ്പിരിക്കുന്നത്. നീളമുള്ളൊരു സോപ്പ് കിട്ടും. നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത്. ഇത് 2 ദിവസം ഇരിക്കണം. ഇരിക്കുന്ന ഉടനെ ഇത് നല്ല കട്ടിയാകും. ഇപ്പം നല്ല കുഴ ഇരിക്കണം. അത് പക്ഷെ കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ച് എടുക്കാൻ പോവുക കേട്ടോ. ഓക്കെ, നമുക്ക് കട്ട് ചെയ്ത് സോപ്പ് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, നമ്മളെ പനിക്കൂർക്കയും തുളസിയും കറ്റാർവാഴയും മഞ്ചിഷ്ട പൊടിയും കൊണ്ടുള്ള നല്ല ഒരു ആയുർവേദ സോപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഇഷ്ടാനുസരണം നമുക്ക് കട്ട് ചെയ്യാം. നല്ല 4 കട്ട സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കവറിലാണ്. പക്ഷെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ ചെവിട് ഇത്തിരി പ്ലാസ്റ്റർ ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഹോളിൽ കൂടെ പോരും. ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി ഒരു ചെറിയ കട്ട സോപ്പും കൂടെ ഉണ്ട്, അതും കൂടെ കാണിക്കാം. കണ്ടില്ലേ, ബാലൻസ് ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ടിയാവാനുണ്ട്. ഇത് ഒരു 2.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് സോപ്പെല്ലാം കട്ടിയാവും. നല്ല ഇപ്പോൾ നല്ല ഇച്ചിരി അലിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് ഉണങ്ങണം. സോപ്പ് ഉണങ്ങുമ്പോൾ നമുക്ക് 2-3 ദിവസത്തിനകം നമുക്ക് കുളിക്കാൻ പരുവത്തിന് നല്ല സോപ്പ് കിട്ടും. കണ്ടില്ലേ, ഇതിനി ഇരുന്ന് കട്ടിയാവണം. ചെറിയ പീസ് കട്ട് ചെയ്ത് ഞാൻ കഴുകി കാണിക്കാം. ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്ത് നല്ല പതയും നല്ല മണവുമാണ് കേട്ടോ. കണ്ട, നല്ല മണം. നല്ല മണമെന്ന് വെച്ചാൽ അത് ഒരു പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല മണമാണ്. നമ്മളെ തലയൊക്കെ തേച്ച് കഴുകാം. നമ്മളെ മുഖത്തൊക്കെ നല്ല ഈ മുഖക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ പോവും. കണ്ടില്ലേ, കണ്ടില്ലേ, ഇത് കയ്യിലൊക്കെ ഇങ്ങനെ തേച്ചാൽ മതി. നല്ല സോപ്പാണ് കേട്ടോ. നല്ല മണവുമാണ്, നല്ല മണം. ഓക്കെ, താങ്ക് യു. ഇതിനകത്ത് പെർഫ്യൂം ഒന്നും ചേർക്കണ്ട. നമ്മുടെ തുളസിയുടെ നീരും പനിക്കൂർക്കയുടെയും നാരങ്ങയുടെയും ഒക്കെ മതി. കണ്ടില്ലേ, നല്ല സോപ്പാണ്. നല്ല സോപ്പാണ്. കൈക്കൊന്നും മുഖത്തിനും ഒന്നും യാതൊരു കുഴപ്പവും വരത്തില്ല. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ മേടിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് വാങ്ങിച്ച് ഇതേപോലെ സോപ്പ് ഉണ്ടാക്കി നോക്കണം. ഇപ്പം നമ്പൂതിരിയുടെ കവർ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നമ്മളൊരു വലിയൊരു കുപ്പി എടുത്ത് എൻ്റെ തലഭാഗം കട്ട് ചെയ്തിട്ട് അതിലൊഴിച്ച് വെച്ചിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെയും പ്രശ്നമില്ല. ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ 1 ലിറ്ററിൻ്റെ കുപ്പിയില്ലേ, ആ കുപ്പിയുടെ ഇവിടം തൊട്ട് കട്ട് ചെയ്യണം. ഇത്രയങ്ങ് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്തിട്ട് ഇതിനകത്തങ്ങ് ഒഴിച്ച് വെച്ചാൽ മതി. ഒഴിച്ച് വെച്ചിട്ട് എന്നിട്ട് ഇത് കീറി മാറ്റണം. കീറി മാറ്റിയിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ല സോപ്പ് അങ്ങനെയും കിട്ടും. ഇത് ഒരു പാടുമില്ല, മോഡ് വേണമെന്നൊന്നുമില്ല. ഇതിനകത്ത് ഒഴിച്ച് നിറച്ച് വെച്ചിട്ട് കട്ടിയാകുമ്പോൾ ഇത് കുപ്പിയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ആവശ്യം നമ്മളെ വീട്ടിലേക്കല്ലേ
അതിന് യാതൊരു പ്രശ്നം, പക്ഷേ റൗണ്ടായിട്ട് നല്ല സോപ്പ് കിട്ടുകയും ചെയ്യും കേട്ടോ. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോസുമായിട്ട് ഞാൻ അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം. ഒന്നും കൂടി പറയുന്നു, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.